UDF ആണെങ്കിൽ 24 മണിക്കൂറിനകം ചെവിക്ക് പിടിച്ച് പുറത്താക്കിയാണ് ഇതുപോലെ വർഗീയത പറയുന്നവരെ. ഞാൻ നിങ്ങളോട് പറയുന്നു, UDF ഭൂരിപക്ഷ വർഗീയത പറഞ്ഞാലും ന്യൂനപക്ഷ വർഗീയത പറഞ്ഞാലും സമ്മതിക്കില്ല. ആര് വർഗീയത പറഞ്ഞാലും നമ്മൾ അതിനെ എതിർക്കും. കേരളത്തിൽ ആരും വർഗീയത പറയണ്ട. ഏത് കൊമ്പൻ വന്ന് വർഗീയത പറഞ്ഞാലും നമ്മൾ അതിനെ എതിർക്കും. തെരഞ്ഞെടുപ്പ് കാലത്താണ് എല്ലാവരും വെള്ളം ചേർക്കുന്നത്. നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോഴും ആര് വർഗീയത പറഞ്ഞാലും നമ്മൾ അതിൽ വെള്ളം ചേർക്കില്ല. ഉറച്ച നിലപാടാണ്. നമ്മളൊരു മഹായുദ്ധത്തിന് പുറപ്പെടുകയാണ്. ഈ യുദ്ധത്തിലെ പോരാളികളാണ് നിങ്ങളും ഞാനും എല്ലാവരും. കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾ പൂർത്തിയാക്കി ഈ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് നമുക്കൊരു പുതുയുഗ പിറവിക്ക് തുടക്കമിടണം. അതിനുള്ള സർവസന്നാഹത്തോടു കൂടിയാണ് നമ്മുടെ UDF മുന്നോട്ട് വരുന്നത്. കേരളം ഇവർ തകർത്തു തരിപ്പണമാക്കി. നമ്മുടെ കേരളത്തെ സകല മേഖലകളെയും പൊളിച്ചു. പറയാൻ പോയാൽ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അത് ചർച്ചയാണ്. ജനങ്ങളുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ നമ്മൾ ഈ ദുർഭരണക്കാരെ വിചാരണ ചെയ്യുക തന്നെ ചെയ്യും. നമുക്കറിയാം, ഒരു നാടിന്റെ ഘടനയിൽ ഏറ്റവും പ്രധാനം എന്താണ്? അതിന്റെ സമ്പദ്ഘടനയാണ്. ആ സമ്പദ്ഘടന നാടിന്റെ നട്ടെല്ലാണ്. ആ നട്ടെല്ല് ഇവർ തകർത്തു. പിന്നെ എങ്ങനെയാണ് ചലിക്കാൻ കഴിയുക ഒരു നാടിന്? അടുത്ത മാസം ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അധികാരത്തോട് സലാം പറയും. സംശയമൊന്നും വേണ്ട. പക്ഷേ പോകുമ്പോൾ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത മലയാളിയുടെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് പോകുന്നത്. പിന്നെ വേറെ 10,000 കോടി രൂപയുടെ ബാധ്യതകൾ. അവർ കേരളത്തെ കടത്തിന്റെ കാണാക്കയങ്ങളിലേക്ക് ചവിട്ടി താഴ്ത്തി. നമ്മളിനി പ്രതിപക്ഷം മാത്രമല്ല, ഗവൺമെന്റിനെ വിമർശിക്കുന്നവർ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു, എവിടെ ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടോ അവിടെ നമുക്ക് വിജയിക്കണം. എവിടെയെല്ലാമാണ് ഇവർ തകർത്തെറിഞ്ഞത് കേരളത്തെ, അവിടെ നമുക്ക് കേരളത്തെ പുനർജനിപ്പിക്കണം. വേണ്ടേ? അതിനാണ് പുതുയുഗ യാത്ര. ഞാൻ നിങ്ങളോട് അഭിമാനത്തോടെ പറയുന്നു, കഴിഞ്ഞ 2 വർഷക്കാലം